ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിച്ചിട്ട് ഇപ്പോൾ 6 മാസം. തെക്കൻ ഗസയിൽ നിന്ന് ഇസ്രായേൽ സേന പിൻവാങ്ങിയതോടെ സ്വന്തം വീടുകളിലേക്ക് ഫലസ്തീനികൾ മടങ്ങി തുടങ്ങിയിരിക്കുന്നു. സ്വന്തം വീടുകളിലേക്കെന്ന് പറയാൻ കഴിയില്ല, വീടുകൾ ഇരുന്ന സ്ഥലത്തേക്കെന്ന് പറയുന്നതാകും ശരി. കാരണം കഴിഞ്ഞ ഒക്ടോബർ 4-ന് ആരംഭിച്ച ഇസ്രായേൽ സേനയുടെ മാസങ്ങൾ നീണ്ടുനിന്ന ആക്രമണത്തിൽ നഗരം പൂർണ്ണമായും തകർന്നു കഴിഞ്ഞു. യുദ്ധം തകർക്കാത്ത ഒരു കാഴ്ച പോലും ആ നഗരത്തിൽ ഇന്ന് ബാക്കിയില്ല. ഇസ്രായേൽ സേനയുടെ ഈ പിന്മാറ്റം തെക്കൻ നഗരമായ റഫേൽ ഉൾപ്പെടെ ഭാവി പ്രവർത്തനങ്ങൾക്ക് തയ്യാറെടുക്കാൻ വേണ്ടിയാണെന്നാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ് പറയുന്നത്. എന്നാൽ ഇസ്രായേൽ കൂടുതൽ ശക്തിയോടെ തിരിച്ചടിക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ തുടരാൻ വേണ്ടി തൽക്കാലം പിന്മാറിയപ്പോൾ കിട്ടിയ ഇടവേളയിൽ തകർന്നടിഞ്ഞ കെട്ടിടങ്ങൾക്കും വാഹനങ്ങൾക്കുമിടയിൽ സ്വന്തം വീട് തിരഞ്ഞു നടക്കുകയാണ് ഒരു കൂട്ടം മനുഷ്യർ. വെടിനിർത്തലും ബന്ദിമോചനവും ലക്ഷ്യമിട്ട് കെയ്റോയിൽ നടക്കുന്ന സമാധാന ചർച്ച ഇസ്രായേലിന് അനുകൂലമാക്കാനുള്ള തന്ത്രപരമായ നീക്കമാണെന്നാണ് വിലയിരുത്തൽ. അതേസമയം ഇസ്രായേൽ സർക്കാരിനെതിരെ രാജ്യത്ത് വ്യാപകമായ പ്രതിഷേധമാണ് നടക്കുന്നത്. പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ രാജി ആവശ്യപ്പെട്ട് 10,000-കണക്കിന് ഇസ്രായേലി പ്രതിഷേധക്കാർ ടെൽ അവീവിൽ പ്രതിഷേധ റാലി സംഘടിപ്പിച്ചു. സർക്കാർ വിരുദ്ധ പ്രതിഷേധത്തിനിടെ പടിഞ്ഞാറൻ ജെറുസലേമിലെ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ വസതിക്ക് ചുറ്റും പ്രതിഷേധക്കാരും പോലീസും തമ്മിൽ വലിയ ഏറ്റുമുട്ടലാണ് ഉണ്ടായത്. സർക്കാർ രാജിവെക്കുക, നേരത്തെ തെരഞ്ഞെടുപ്പ് നടത്തുക, ഹമാസുമായി ബന്ദിമോചന കരാറുണ്ടാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചാണ് പ്രതിഷേധം നടത്തുന്നത്. നിലവിൽ 130ഓളം ഇസ്രായേലികൾ ഹമാസിന്റെ കൈവശം ബന്ദികളായി ഉണ്ടെന്നാണ് കരുതുന്നത്. ഗസയിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പൂർണ്ണമായും പിന്മാറിയാൽ മാത്രമേ ബന്ദികളെ മോചിപ്പിക്കൂ എന്ന നിലപാടിലാണ് ഹമാസ്. അതേസമയം നിരവധി ഇസ്രായേലി കമ്പനികളിൽ നിന്ന് കോടിക്കണക്കിന് യൂറോയുടെ നിക്ഷേപം അയർലൻഡ് സർക്കാർ പിൻവലിച്ചു. ഫലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുമെന്ന് അയർലൻഡ് പ്രഖ്യാപിച്ചിരുന്നു. ഫലസ്തീനിൽ ഇസ്രായേൽ തുടരുന്ന യുദ്ധക്കുറ്റത്തിനെതിരെയും അയർലൻഡ് നേരത്തെ രംഗത്ത് വന്നിരുന്നു. ഇസ്രായേലിന് ആയുധം നൽകുന്നത് നിർത്തലാക്കണമെന്നാവശ്യപ്പെടുന്ന പ്രമേയം UN മനുഷ്യാവകാശ സമിതി പാസാക്കി. 48-അംഗ സമിതിയിൽ 28 രാജ്യങ്ങൾ പ്രമേയത്തെ അനുകൂലിക്കുകയും 6 രാജ്യങ്ങൾ എതിർക്കുകയും ചെയ്തപ്പോൾ ഇന്ത്യ അടക്കം 13 രാജ്യങ്ങൾ വിട്ടുനിൽക്കുകയായിരുന്നു. ഒക്ടോബർ 7 മുതൽ ഗസയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ കുറഞ്ഞത് 33,175 ഫലസ്തീനികൾ കൊല്ലപ്പെടുകയും 75,886 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്.